പത്തരമാറ്റിലാണെങ്കിൽ നമ്മുടെ നന്ദുവിൻ്റെ അവസ്ഥ വളരെ മോശമാകുകയാണ്. അനിയെ നഷ്ടപ്പെടുന്നത് കൊണ്ട് തന്നെ നന്ദു വലിയ നിരാശയിലേക്ക് കടക്കുന്നതാണ് ഇന്നത്തെ കഥയിൽ, ഇന്നത്തെ എപ്പിസോഡിൽ കാണാൻ സാധിക്കുക. അതായത് അനിയുടെ നിശ്ചയം, വിവാഹ നിശ്ചയം നടക്കാനായിട്ട് പോവുകയാണ്. വിവാഹ നിശ്ചയം എത്ര ശ്രമിച്ചിട്ടും നന്ദുവിനെ മുടക്കാനോ ഒന്നിനും കഴിയുന്നില്ല. അതിനുള്ളൊരു വഴി തെളിഞ്ഞു വരുന്നില്ല എന്നതാണ് വാസ്തവം. ഇവിടെ നന്ദുവിനെ ഒഴിവാക്കിയിട്ട് നമ്മുടെ വീട്ടിലുള്ളവരൊക്കെ വിവാഹ നിശ്ചയത്തിന് പോകുന്നുണ്ട്. സത്യം പറഞ്ഞാൽ നന്ദുവിന് അത് കണ്ടു നിൽക്കാനുള്ള ത്രാണിയൊന്നും ഇല്ലാത്തത് കൊണ്ട് നന്ദു രാവിലെ തൊട്ട് വളരെയധികം മൂഡ് ഓഫിലാണ് എന്ന് കാണാനായിട്ട് കഴിയുന്നുണ്ട്. എങ്ങനെ ഈ വിവാഹ നിശ്ചയം മുടക്കാം, എങ്ങനെ ഈ വിവാഹ നിശ്ചയത്തിൽ നിന്നും നമ്മുടെ അനിയെ രക്ഷിച്ചെടുക്കാം എന്നതാണ് നന്ദുവിൻ്റെ ചിന്ത. അങ്ങനെ നന്ദു ആണെങ്കിൽ ഓഫീസിൽ പോകാനായിട്ട്, അതായത് പോലീസ് സ്റ്റേഷനിലേക്ക് പോകാനായിട്ട് വലിയ താല്പര്യമൊന്നും ഇല്ലാതെ നിൽക്കുന്ന സമയം, എന്നാലും ഡ്യൂട്ടിയാണ് തൻ്റെ വലുത് എന്ന് വിചാരിച്ചുകൊണ്ട് നന്ദു പോകുന്നുണ്ട്. ആ പോകുന്ന പ്രതീക്ഷ ഒരിക്കലും തെറ്റുന്നില്ല എന്ന് കാണാം. അവിടെയാണ് നമ്മുടെ നവ്യ ബോൾ എറിഞ്ഞിട്ടിരിക്കുന്നത്. നവ്യയുടെ ബോൾ എന്ന് പറയുന്നത് വേണുവാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. പണത്തിന് വേണ്ടി വേണു എന്ത് നെറുകെട്ട കളി കളിക്കുമെന്നും നമ്മുടെ നവ്യയ്ക്കറിയാം. അതുകൊണ്ട് തന്നെ നമ്മുടെ അനാമികയെയും കൂട്ടി പരാതി കൊടുക്കാനായിട്ട് പോലീസ് സ്റ്റേഷനിൽ വരുമ്പോൾ ആ ആയുധം തന്നെ നന്ദു പ്രയോഗിക്കുകയാണ് അനിയുടെ വിവാഹ നിശ്ചയം മുടക്കാനായിട്ട്. ഒടുവിൽ അതിലേക്ക് തന്നെ കാര്യങ്ങൾ നടന്നെടുക്കുന്നൊരു കാഴ്ച നമ്മൾ പ്രേക്ഷകർക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കല്ലേ പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാർ.